തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അന്വേഷിക്കാത്തെ? എന്തുകൊണ്ട് അന്ന് അന്വേഷിക്കാതിരുന്നത്? അപ്പൊ വ്യക്തമാണ്, ഒരു തെറ്റുമില്ല. ഈ കമ്മീഷന്റെ റിപ്പോർട്ട് വെച്ചാൽ ഞങ്ങൾക്ക് ഗുണം ചെയ്യത്തില്ല, ദോഷം ഉണ്ടാകത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഒന്നും ചെയ്യാതിരുന്നത്. ആ കമ്മീഷൻ തന്നെ 6 മാസം റിപ്പോർട്ട് വെച്ചതിന് ശേഷം 6 മാസം കഴിഞ്ഞാണ് അത് UDFന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് നിയമസഭയിൽ വെച്ചത്. അപ്പോൾ ഒരു അഴിമതി ആരോപണവും തെളിയിക്കാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരും. അത് അവരുടെ എത്രയോ വർഷമായിട്ടുള്ള പ്രവർത്തന ശൈലിയാണ്. ഞാൻ ചോദിക്കട്ടെ, കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്, ഈ വിഴിഞ്ഞം സീപോർട്ട്, ഇത് UDF സർക്കാരിന്റെ വളരെ താല്പര്യപൂർവ്വം ചെയ്ത പരിപാടികളാണ്. എന്തുകൊണ്ട് അതിനകത്തേക്ക് അവരെയും കൂടി ഇൻവോൾവ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് UDFന്റെ നേതാക്കളെ കൂടി ഇൻവോൾവ് ചെയ്യുന്നില്ല? ചെയ്യണം, സ്വാഭാവികമായിട്ടും. പോട്ടെ, ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് വിഴിഞ്ഞം ഞങ്ങളുടെ മാത്രമാണ്, UDF സർക്കാർ തറക്കല്ലിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്തും കോഴിക്കോടും 2 മെട്രോകൾക്ക് തറക്കല്ലിട്ടിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ മാറിയത്. ആ മെട്രോയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരു ബോർഡ് പോലും വെച്ചിട്ടുണ്ടോ? കൊച്ചി മെട്രോ തീർത്തെന്ന് പറയുന്നവർ, വിഴിഞ്ഞം പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുന്നവർ, കണ്ണൂർ എയർപോർട്ട് കൊണ്ടുവന്നവർ, ഇതെല്ലാം UDF തറക്കല്ലിട്ട് മാത്രമല്ലേ ഉള്ളൂ. അത് പക്ഷേ പൂർത്തിയായി. ഇതെന്താ പൂർത്തിയാവാത്തെ? കാരണം ബാക്കി എല്ലാ സമയവും LDFന്റെ കയ്യിലാണ്. LDFന്റെ കയ്യിൽ കടിഞ്ഞാണ് വന്നപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. UDF ചെയ്തതിന്റെ തുടർച്ച ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എനിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല, ഞാൻ അങ്ങനെ ആവശ്യം പറയില്ല. ജനങ്ങളുടെ മനസ്സിൽ ഈ വിഴിഞ്ഞം പോർട്ട് ആരുടെയാണെന്ന്, ആരുടെ പേരിലാണെന്ന് ജനങ്ങളുടെ മനസ്സിൽ എഴുതി കഴിഞ്ഞിരിക്കുന്നു.